സാറ് നേതൃത്വം കൊടുക്കുന്ന ചെമ്മന്നൂർ ജ്വല്ലറിയിൽ പരസ്യങ്ങളുണ്ടാകും കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ് സാർ, അത് വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെ. പിന്നെ ക്വാളിറ്റീനെ പറ്റി ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ അവിടെ വർക്ക്ഷോപ്പിൻ്റെ മുകളിൽ വന്ന് കാണിച്ചു തരാം. എല്ലാ 100 കമ്മൽ പണിത് വന്നാൽ അതിൽ നിന്ന് 2 3 എടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിന് ടെസ്റ്റിങ്ങിന് ലബോറട്ടറി 1 കോടി രൂപ ചിലവാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തേക്കൊന്നും ആർക്കും ചെയ്ത് കൊടുക്കാറില്ല. ഞങ്ങളുടെ അതിൽ അത് ഒരു ഉരുക്കണത് ഈ ഓർണമെൻറ്റിൻ്റെ ഒരു പീസ് എടുത്തപ്പോൾ 100 കമ്മൽ പണിത് വന്നാൽ അതിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് കയറ്റി 2 എടുക്കും. എന്നിട്ട് അത് ഉരുക്കും. അത് ഉരുക്കിയിട്ട് ഈ ലബോറട്ടറിയിൽ ഇട്ടിട്ട് അത് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് മാത്രമേ അത് ആ ടെസ്റ്റ് വിജയിച്ചാൽ മാത്രമേ ആ പ്രോഡക്റ്റ് വിൽപ്പന സെയിലിലേക്ക് പോവുള്ളൂ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുള്ളൂ. കാരണം പരസ്യവാചകത്തിലല്ലാതെ ക്വാളിറ്റി കീപ്പ് ചെയ്യും. ഞങ്ങൾ ആ ഒരു പരസ്യത്തിൽ അങ്ങനെ മുഴുവൻ വിശ്വസിക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് സാർ ആ ഒരു പരസ്യം കൊടുക്കാണ്ട് ഇത്രത്തോളം സക്സസ് ആവാൻ? സ്വർണ്ണ വ്യാപാര രംഗം എന്ന് പറയുന്നത് പരസ്യം ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പരസ്യത്തിന് എന്താ പറയുക, അധികം കോസ്റ്റ് ഇല്ലാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചെറിയ ഷോപ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ വലിയ ഷോപ്പുകളൊന്നും ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. ഒക്കെ ഒരു 800 സ്ക്വയർ ഫീറ്റ് 500 സ്ക്വയർ ഫീറ്റ് അത്രേ ഉള്ളൂ. 2 ഷോറൂമാണ് ഇപ്പോൾ ഇവിടുത്തെ പുതിയ സ്റ്റാഫിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്. വലിയത് വേണം സാറേ, നമുക്ക് ഇങ്ങനെ ചെറിയത് എല്ലാവരൊക്കെ വലിയത് തുടങ്ങുന്നത്. അങ്ങനെ ഗതിയില്ലാതെ 2 തുടങ്ങി. അതിലിപ്പോൾ 1 നിർത്തേണ്ടി വന്നു, ഒസൂർ. അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അത് പിന്നെ 1-2 ഇപ്പോഴും വലിയത് തുടങ്ങിയത് വലിയ പ്രോബ്ലത്തിലിരിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 6 അടി അകലത്തിൽ എപ്പോഴും ഒരു സ്റ്റാഫ് വേണം. 3 അടിയെ ഇങ്ങനെ കൈ നീട്ടിയാൽ അവിടുത്തെ ആൾ ഇങ്ങോട്ട് കൈ നീട്ടിയാൽ 2 കൂടി മുട്ടുന്ന അകലത്തിൽ സ്റ്റാഫ് വേണം. അത് റൂളാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, സ്വർണ്ണാഭരണ വ്യാപാരത്തിൻ്റെ ആദ്യത്തെ ഒരു പഠിച്ചിട്ടുള്ള കാര്യം ബാലപാഠമാണ്. അപ്പോൾ അറ്റൻഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കളവ് പോവാം. അപ്പോൾ ശരിക്കും ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരാൾ വേണം. അപ്പോൾ സ്റ്റാഫ് നമ്പർ കൂടി. ഈ വലിയ വീടുകൾ തുടങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര പ്രശ്നമാണ്, നമ്പർ ഓഫ് സ്റ്റാഫ് കൂടി. അതേസമയം ഇലക്ട്രിസിറ്റി ബില്ല് ഒരു കില്ലിങ് ആയിട്ടാണ്. അതായത് ഒക്കെ ഡയറക്റ്റ് ലൈറ്റിംഗ് വേണ്ടേ, ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ക്വാളിറ്റിയിൽ ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഒരുമാതിരിയൊക്കെ ഒരു നെയിമുള്ള ആൾക്കാരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും. അല്ലാണ്ട് നടക്കില്ല. ഇപ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പീഡിയ പൂട്ടി തന്നെയാണ്. ബാംഗ്ലൂർ നഗരത്തിൽ എത്ര ചെമ്മന്നൂർ ജ്വല്ലേഴ്സിന് എത്ര ഷോപ്പ്? ഞങ്ങൾക്ക് ബാംഗ്ലൂർ കർണാടകത്തിൽ 19 ഉണ്ട്. 19 ഉണ്ട്. 1991 ശേഷമാണ് ഇതൊക്കെ ഇവിടുത്തെ ബാംഗ്ലൂർ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ്? അല്ല, അതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് തരത്തിലുള്ള ക്ലയൻറ്റിനെയാണ് എക്സാക്ട്ലി നമ്മൾ സർവീസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മീഡിയം ആണ് ഞങ്ങളുടെ മേജറായിട്ട്. പിന്നെ അതിനേക്കാൾ ഇത്തിരി കൂടിയും കുറവുള്ള കപ്പാസിറ്റിയുള്ള ആൾക്കാർക്കും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. ഹയസ്റ്റ് ലെവലിലെ ആൾക്കാരെ ഞങ്ങൾ നോക്കുന്നില്ല. അതിനൊരു സ്പെഷ്യൽ ഷോറൂം ഉണ്ട്. അതെ, ഞങ്ങളുടെ ജ്വല്ലറിയുടെ അടിയിൽ തന്നെ മുകളിലൊരു ഫ്ലോർ ഉണ്ട്. അവിടെയാണ് ഡയമണ്ടും അതുപോലെ തന്നെ മറ്റു കടകളിൽ ഒരിക്കലും ഇല്ലാത്ത ചില ആഭരണങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഡയറക്റ്റ് ക്ലയൻസ് ഉണ്ട്. അതങ്ങനെ പരസ്യം ചെയ്യുന്നു വേണ്ട, അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അതവർക്കറിയാം, അതെല്ലാവർക്കും അറിയാം. അതൊന്നും പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് സെലക്ട് ചെയ്യുന്നത് ജുനാഗഡ് അങ്ങനെയൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു കുടിൽ വ്യവസായം പോലെ ഇത് പണിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും ഇവിടെ കൊണ്ടുവന്നിങ്ങനെ കാണിച്ചു തന്നിട്ട് പാറ്റേൺ കാണിച്ചു തരിക അങ്ങനെയൊന്നും ചെയ്യില്ല. അവരുടെ വീട്ടിലിരുന്ന് പണിയുന്നതാണ്. നമ്മൾ അവിടെ പോയി മെനക്കെട്ട് അവിടെ പോയി നോക്കി അവർക്ക് കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അവരുണ്ടാക്കിയാൽ നമ്മൾ കുറച്ച് പീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടൊക്കെ വേണം അത് ചെയ്യാൻ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കുറേ ഞാനല്ല, എൻ്റെ മകളിപ്പോൾ ഒരു അഞ്ജന ഉണ്ട്. അവള് വെരി എക്സ്പെർട്ടാണ് ഇതിൻ്റെ ഈ പ്ലാനിങ്ങിൻ്റെ, ഓർണമെന്റ്സ് പ്ലാനിങ്ങിൻ്റെ. അവൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായ ഒരു ഡിസൈനിങ്ങും എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്താണ് നമ്മുടെ ചെമ്മന്നൂർ ജ്വല്ലേഴ്സിലുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയിൽ ഞങ്ങൾ യാതൊരു തരത്തിലും ഒരു പോയിന്റ് പോലും താഴത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. പിന്നെ ബൈബാക്ക് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ സ്വർണം എപ്പോൾ കൊണ്ടുവന്നാലും അത് ഇപ്പോൾ
മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല, അങ്ങനെയൊന്നും പറയില്ല. കാശില്ലെങ്കിൽ തന്നെ കടം മേടിച്ചിട്ടായാലും ഗോൾഡ് വാങ്ങും. വളരെയധികം കഠിനാധ്വാനവും വളരെയധികം ആത്മാർത്ഥമായും സാർ 18 മണിക്കൂറാണ് അതാണ് സാറിന്റെ എൻ്റെ സ്നേഹിത. 18 മണിക്കൂറാണ് വർക്കിംഗ് അവേഴ്സ്. ഇപ്പോഴാണ് കുറച്ച് കുറച്ചത്. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കുറച്ചു. കാരണം മകനും ഒക്കെ കയറി തുടങ്ങി, കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അവരെ കുറച്ച് മുൻനിരയിൽ അവരെ മുൻനിരയിൽ നിർത്തി. എന്നാലും വയസ്സായവരൊക്കെ മാറണം. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ചെറുപ്പക്കാർക്കല്ലേ കിട്ടുള്ളൂ. അവരത് ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ ബിൽഡപ്പ് ചെയ്തു സാറ് പറഞ്ഞു. കാരണം ഞാൻ ക്വാളിറ്റി കൺട്രോള് ഇപ്പോഴും കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത് പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും അറിയാം, ഇത് എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടെങ്കിൽ അത് നമ്മൾ തൊടില്ല എന്ന്. അപ്പോൾ അവരും ആ ലെവലിലേക്ക് ആയിപ്പോൾ ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും തയ്യാറാവില്ല. എത്രത്തോളമാണ് സാർ ആ ജന്മനാട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത്? ജന്മനാടിനോട് മറക്കാൻ പറ്റില്ല. അവിടെ ഓടി നടന്ന് ചാടി നടന്ന് ഇടിച്ച് കൊട്ടിയും കോലും കളിച്ച്, അല്ലെങ്കിൽ അങ്ങനെ കളിച്ചൊക്കെ വളർന്ന് തല്ലുകൂടി ഇടികൂടിയൊക്കെ ഉണ്ടായി വന്നതല്ലേ. ആ ഒരു മനോഹരമായ അത് ഓർക്കാൻ നല്ല സുഖമാണ്. വരം തരും പള്ളി. ആ പള്ളി തന്നെയാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെ ആശ്രയം. അവിടെ സാർ പ്രാർത്ഥിക്കാം. പിന്നെ മന്ത്ലി 1 ടൈം ഐ വിൽ ഗോ. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല കേട്ടോ, ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. അവിടെയുള്ള എൻ്റെ പ്രായത്തിലുള്ള കുറേ ആൾക്കാരുണ്ട്, പ്രായം കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാ മാസത്തിലും ഞാൻ പോകും. ഇപ്പം എത്ര പ്രായമായി സാർ? എനിക്കിപ്പോൾ 68. 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പരന്തരപ്പള്ളി ഹൈസ്കൂളിൽ ചെയ്തു. അത് കഴിഞ്ഞ് സാർ അതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. ആ സ്കൂള് കംപ്ലീറ്റ് ഞാൻ പൊളിച്ചു പണിത് കൊടുത്തു. ഒരു പുതിയ ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ് ആക്കി കൊടുത്തു. അതെ, അത് നന്നായി. ആ ബിൽഡിംഗ് ബാക്കിയൊന്നും നമ്മൾ നോക്കാറില്ല, അത് ഉണ്ടാക്കി അങ്ങ് കൊടുത്തു. നന്നായി പോട്ടെ. ആ സ്നേഹം തന്നെ, സംശയമൊന്നുമില്ല, യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സാർ സാറിന്റെ മാതാപിതാക്കൾ സ്വാധീനിച്ചിട്ടുണ്ട്? ഫാദർ വളരെ ഒരു സ്ട്രിക്റ്റ് ആളാണ്. ഒരു പ്രൈമറി സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. വളരെ സ്ട്രിക്റ്റാണ്. ടൈമിംഗ് ഒക്കെ കാലത്ത് 5:50 അല്ല 5:30 മണിക്ക് എണീക്കണമെന്ന നിയമം. എന്നാലും 5-10 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പം വെള്ളം കൊണ്ട് തലയിലൊഴിക്കും. അതുപോലത്തെ സ്ട്രിക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ പള്ളിയിൽ പോകണം. ചെമ്മണ്ണൂർ ദേവസ്വമാഷ മക്കളെന്ന് പറയുമ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം അപ്പൻ പഠിപ്പിക്കാത്ത ഒരാളോടെ ഉണ്ടാവില്ല ഈ പ്രായത്തിലുള്ളവർ. പറയുന്ന ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇൻബോൺ ആണത്, ഒരു സംശയമില്ല. അത് നമുക്ക് ഒരു കള്ളത്തരം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ മനപ്രയാസമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ മാതാപിതാക്കൾ, യാതൊരു സംശയമില്ല. സാർ, ഒരു ബിസിനസ്സിൽ സത്യസന്ധമായ ഒരു ബിസിനസ് ഇന്നത്തെ കാലത്ത് സാധിക്കുമോ? ഒരു സെർട്ടൺ പെർസെൻറ്റേജ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി കാര്യത്തിലൊക്കെ ചെയ്യാൻ പറ്റും. കാരണം പ്രോഫിറ്റബിലിറ്റിയിൽ ക്വാളിറ്റി മോശമാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കാമെന്നുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഴയ ആൾക്കാരായ സ്വർണ്ണപ്പീടികക്കാരായതുകൊണ്ട് ഇനി അത് നശിപ്പിക്കാനായിട്ട് വലിയ പാടാണ്. കാരണം ഒന്നും അറിയാത്ത ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് ഇവിടെയുള്ള മലയാളികളും ഞങ്ങളന്ന് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തത് കർണാടക ആൾക്കാരാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറേ കാലം അങ്ങനെ പോയി. അത് നന്നായി. ഇപ്പോഴും ഞങ്ങൾക്ക് ക്ലയൻറ്റിൽ 50-50 മലയാളികളും തമിഴും. അല്ല, തമിഴല്ല, കർണാടകയും. ഈവൻ മേ ബി 5% പ്ലസ് കർണാടക കസ്റ്റമേഴ്സ്. ശരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് ഈ കർണാടകക്കാർക്കുണ്ടെന്നുള്ളത് കണിശമായിട്ടും ഉണ്ട്. HAL എയർപോർട്ടിന്റെ അടുത്താണ്. അതാണ് ഈ ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പഴയ എയർപോർട്ടാണ്. അതെ, ശരിക്കും ഒരു മനോഹരമായ വീടിന് മുൻവശത്താണ് നിൽക്കുന്നത്. എങ്ങനെയാണ് സാർ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്? ഇവിടെ ഞാൻ സുഖമായിട്ട് കേരളത്തിൽ ജീവിക്കുന്ന പോലെ അതിനേക്കാൾ കുറച്ചും കൂടിയും കംഫർട്ടബിളായിട്ട് കാലത്ത് സ്വന്തം ട്രാക്ക് ഉണ്ട് നടക്കാനായിട്ട്. അതിൽ കുറച്ച് നേരം നടക്കും, ജോലി ചെയ്യും. ഇതുണ്ടാക്കിയിട്ടിപ്പോൾ 1985 അങ്ങണ്ടാണ് ഇതിൽ കയറി. 86 മറ്റോ ഇതിൽ വന്നത്, ദുബായിൽ നിന്ന് വന്നതിന് ശേഷം. അതെ, ഇത് ഈ പ്രോപ്പർട്ടിയും അന്നത്തെ ബംഗാരപ്പ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് ഈ ഒരു പ്ലോട്ട് മാത്രം BDA കൊണ്ട് അംഗീകരിച്ച്, BDA അപ്രൂവ്ഡ് ലേഔട്ടാണത്. മനോഹരമായ ചെടികൾ. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ചെടികളും ഞാൻ കേരളത്തിൽ നിന്ന് ഇപ്പോൾ കണ്ടില്ലേ, ചെട്ടിമല്ലിയും ഇതിലുള്ള എല്ലാ പൂക്കളും നല്ല വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായ ഒരു. ഇപ്പോൾ ദുബായിലത്തെ ഫ്രൂട്ട് പോലും എൻ്റെ കയ്യിലുണ്ട്. ഔക്കാട എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഉണ്ട്. അതിവിടെ ഉണ്ട്, അപൂർവം ചിലയിടത്തുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി റയർ. ഇത് 2.5 ഏക്കറാണ് അല്ലേ സാർ? ഇത് 2 ഏക്കർ.